ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ മുറിവുകളെ കുരിശിൻ്റെ നിഴൽ കൊണ്ടുണക്കുന്ന കാലത്തിൻ്റെ പേരാണ് നോമ്പുകാലം. ജീവിതം അറിഞ്ഞും അറിയാതെയും ചില ശേഷിപ്പുകൾ കൈമാറുന്നത് സങ്കടത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, വേദനയുടെയൊക്കെയാണ്. ഈ മുറിവനുഭവങ്ങളെ മുഴുവനും ക്രിസ്തുവിൻ്റെ തിരുമുറിവോട് ചേർത്ത് തിരുക്കുരിശിൻ്റെ തണൽ പറ്റി ആ നിഴലിലായിരുന്നു കൊണ്ട് സുഖപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുക ഈ നോമ്പ് കാലത്ത്. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആന്തരികമായി ബാഹ്യമായി മുറിവനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ലേ. ഈ മുറിവുകളെ ഒന്ന് ക്രിസ്തുവിനെ പ്രതി ഒന്ന് മറക്കാനാവും. ക്രിസ്തുവിനോടൊപ്പം ഈ മുറിവുകളെ കുറേയും കൂടെ വെളിച്ചത്തിൽ കാണാൻ കഴിയും. പഞ്ചക്ഷരധാരികളായ വിശുദ്ധരൊക്കെയും മുറിവിനെ പ്രണയിക്കുന്നവരായിരുന്നു. കാലത്തിനും മറയ്ക്കാൻ കഴിയാത്തത്, ഈ പുതുകാലത്തിൻ്റെ ബുദ്ധിക്കും അറിവിനും മനസ്സിലാക്കാൻ കഴിയാത്തത്. പതിരപ്പിയ പുണ്യവാനൊക്കെ കുർബാന പോലും നിഷേധിക്കപ്പെട്ട് ഏറെ സങ്കടത്തോടുകൂടെ അകത്തളങ്ങളിൽ കഴിയുമ്പം സ്വർഗം കൊടുത്ത അടയാളമായിരുന്നു പഞ്ചക്ഷത. അതാർക്കും മറയ്ക്കാനാവില്ല, നിഷേധിക്കാനും ആവില്ല. നമുക്കും ജീവിതത്തിൻ്റെ ഈ മുറിപ്പാടുകളെ ക്രിസ്തുവിൻ്റെ സഹന വഴികളോട് ചേർത്ത് കുരിശിൻ്റെ നിഴലിനൊപ്പം നിർത്തിക്കൊണ്ട് സൗഖ്യമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സഹനങ്ങളിൽ ക്രിസ്തുവിൻ്റെ നിഴൽ വീഴാൻ ഇടയാകത്തക്ക വിധം സാഹചര്യങ്ങളെ, സാധ്യതകളെ അനുഗ്രഹമാക്കണം ഈശോയെ. ഞങ്ങളെ അനുഗ്രഹിച്ചാലും.